വാർത്തകൾ വിശദമായി. കനയ്യകുമാറിന്റെ ജാമ്യ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി അല്പസമയത്തിനകം വിധി പറയും. കനയ്യയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കർ ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. മനു, എപ്പോഴായിരിക്കും കനയ്യയുടെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുക? സോമി, അല്പസമയങ്ങൾക്കകം തന്നെ കനയ്യകുമാറിന്റെ ജാമ്യ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി അന്തിമ വിധി പറയും. ജസ്റ്റിസ് പ്രതിഭ റാണിയുടെ ബെഞ്ച് ഇത് സംബന്ധിച്ച് അനുകൂല ഒരു നിലപാട് സംബന്ധിച്ചുള്ള വിധിയായിരിക്കും പുറപ്പെടുവിക്കുകയെന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ദില്ലി പോലീസ് തന്നെ വ്യക്തമാക്കിയിരുന്നു കനയ്യകുമാർ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കുന്നതിന് ആസ്പദമായ വീഡിയോ തെളിവുകളൊന്നും ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ 3 മണിക്കൂർ നീണ്ട വാദം കേൾക്കുന്നതിനിടയിൽ ദില്ലി പോലീസ് തന്നെ വ്യക്തമാക്കിയിരുന്നു. പകരം ചില ദൃക്സാക്ഷി മൊഴികൾ മാത്രമാണ് ഉള്ളതെന്നും കോടതി മുമ്പാകെ പോലീസ് അറിയിച്ചിരുന്നു. എന്നാൽ ഈ ദൃക്സാക്ഷി മൊഴികൾ തന്നെയാകട്ടെ ചില ABVP പ്രവർത്തകർ തന്നെയായിരുന്നു എന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കനയ്യകുമാറിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് ഹാജരാകുന്നത്. കപിൽ സിബൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുക ചില CCTV ഫൂട്ടേജ് വിഷ്വലുകൾ പുറത്തു വന്നിരുന്നു. ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. കനയ്യകുമാർ അവിടെ എത്തിയ ആളുകളോട് ID പ്രൂഫ് മറ്റും ചോദിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണുള്ളത്. അല്ലാതെ രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന യാതൊരു ദൃശ്യങ്ങളും ഇല്ലായിരുന്നു എന്നും സിബൽ ഇന്ന് കോടതിയെ അറിയിക്കും. ഇത് സംബന്ധിച്ചുള്ള CCTV ഫുട്ടേജ് ദൃശ്യങ്ങൾ കൂടി കോടതി മുമ്പാകെ കപിൽ സിബൽ കൈമാറിയേക്കുമെന്നാണ് അറിയുന്നത്. ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ കനയ്യകുമാറിന്റെ ജാമ്യ ഹർജി സംബന്ധിച്ചുള്ള അന്തിമ വിധി പുറപ്പെടുവിച്ചേക്കും. നിലവിൽ ജാമ്യ ഹർജിയിൽ ദില്ലി പോലീസ് എതിർക്കുമെന്നാണ് അറിയുന്നത്. മറ്റു 2 വിദ്യാർത്ഥികൾ ഉമർ ഖാലിദ്, അൻപുരം ഭട്ടാചാര്യ അടക്കമുള്ള വിദ്യാർത്ഥികളെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കനയ്യയെ വിട്ടു നൽകുന്നത് കേസ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ദില്ലി പോലീസ് വാദിക്കുക. എന്തായാലും അനുകൂല ഒരു നിലപാട് ദില്ലി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് JNU വിദ്യാർത്ഥികളുള്ളത്. സോമി, മനു, ഒപ്പം തന്നെ ഇപ്പോൾ JNU വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ വ്യാജ തെളിവുകളിലാണ് ദില്ലി പോലീസും ഒപ്പം കേന്ദ്ര സർക്കാരും കനയ്യകുമാറിനും ഉമർ ഖാലിദിനും ഒക്കെ എതിരെ എതിർപ്പിൽ നടപടികളും രാജ്യദ്രോഹ കേസുകളും മറ്റുമായി മുന്നോട്ട് പോയതെന്ന് വ്യക്തമായിരുന്നു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് JNU ഒപ്പം ഹൈദരാബാദ് സർവകലാശാല, ഡൽഹി യൂണിവേഴ്സിറ്റി, ജദവ്പൂർ യൂണിവേഴ്സിറ്റിയിൽ അടക്കം നിന്നുള്ള വിവിധ വിദ്യാർത്ഥികൾ ദില്ലിയിലെത്തി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നത്. ഇവരുടെ മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം തന്നെയാണ് ഇപ്പോൾ ദില്ലി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കനയ്യയ്ക്കും ഒപ്പം ഉമർ ഖാലിദിനും അനിർബൻ ഭട്ടാചാര്യയ്ക്കും ഒപ്പം രോഹിത് വെമുലയുടെ കുടുംബത്തിനും നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോമി, മനു ശങ്കറാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കനയ്യകുമാറിന്റെ ജാമ്യ ഹർജിയിൽ അല്പസമയത്തിനകം തന്നെ വിധി പറയും. വിൻസൻ പോളിനെ വിവരാവകാശ കമ്മീഷണറാക്കിയ സർക്കാർ ശുപാർശ ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. മറ്റ് 5 അംഗങ്ങളുടെ നിയമനത്തിനും സ്റ്റേ. ചട്ടങ്ങൾക്ക് വിരുദ്ധമായും സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുമാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും നിയമനം എന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം സ്വദേശിയായ സോമനാഥൻ പിള്ളയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഹർജിയിൽ നേരത്തെ പ്രാഥമിക വാദം കേട്ട കോടതി നിയമനവുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. തുടർന്നാണ് കേസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വീണ്ടും പരിഗണിച്ചത്. ഏപ്രിൽ 26 മാത്രമേ ഒഴിവുകൾ നിലവിൽ വരികയുള്ളൂവെന്നും ഹർജി അപക്വമാണ് എന്നും സർക്കാർ വിശദീകരിച്ചെങ്കിലും കേസ് തീർപ്പാകും വരെ 5 അംഗങ്ങളുടെയും നിയമന നടപടികൾ നിർത്തിവെക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. വിൻസൻ പോളിന്റെയും മറ്റും നിയമനം യോഗ്യരായ പലരെയും മറികടന്നാണ് എന്ന് ഹർജി ഭാഗം കോടതിയിൽ ആരോപിച്ചു. കേസ് ബുധനാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. PF നിക്ഷേപത്തിന് നികുതി ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിൽ മാറ്റമില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. പെൻഷൻ സ്കീമിൽ നിക്ഷേപം നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കാനാണ് നികുതി ഏർപ്പെടുത്തിയതെന്നും മന്ത്രി വിശദീകരിച്ചു. PF പദ്ധതിക്കെതിരായ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമാണ് ശുപാർശയെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തി. വിരമിക്കുമ്പോൾ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന തുകയിൽ കൈയിട്ട് വാരാനുള്ള ശ്രമമാണിതെന്നും തൊഴിലാളി സംഘടനകൾ ആരോപിച്ചു. പ്രോവിഡന്റ് ഫണ്ടിലെ തുക പിൻവലിക്കുമ്പോൾ നിലവിലെ ചട്ടങ്ങൾ പ്രകാരം ഒരു തരത്തിലുള്ള നികുതിയും ഈടാക്കാറില്ല. ഇതിനു പകരം PF തുകയുടെ 60% പലിശ ഈടാക്കാനാണ് ബഡ്ജറ്റ് പ്രഖ്യാപനം. തൊഴിലാളി സംഘടനകൾ നിർദ്ദേശത്തിനെതിരെ രംഗത്ത് വന്നതിനെ തുടർന്ന് പുനഃപരിശോധിക്കുമെന്ന ചില സൂചനകൾ ധനമന്ത്രാലയം നൽകിയിരുന്നു. പക്ഷേ ഈ സൂചനകൾ അരുൺ ജെയ്റ്റ്ലി തള്ളിക്കളഞ്ഞു. PF ഫണ്ടിൽ നികുതി ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിൽ മാറ്റമില്ല. പെൻഷൻ സ്കീമിൽ നിക്ഷേപം നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കാനാണ് നികുതി കൊണ്ടുവന്നതെന്നും ജെയ്റ്റ്ലി പറഞ്ഞു. 15,000-ൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന എല്ലാവർക്കും നികുതി ബാധകമാകും. PFന്റെ 60% തുക പെൻഷൻ സ്കീമുകളിൽ നിക്ഷേപിക്കുന്നവർക്ക് നികുതി ഇളവ് ലഭിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വൻ തിരിച്ചടി നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം.
പെൻഷൻ ലഭിക്കാത്ത സാധാരണ തൊഴിലാളികൾക്ക് ആശ്വാസമായിരുന്നു പിരിഞ്ഞു പോകുമ്പോൾ ലഭിക്കുന്ന PF തുക. ഇതിൽ 60% തുകയ്ക്കും നികുതി ഏർപ്പെടുത്തുന്നതോടെ കയ്യിൽ ലഭിക്കുന്ന PF തുകയിൽ കുറവുണ്ടാകും. 3.7 കോടി തൊഴിലാളികൾ അംഗങ്ങളായ സാമൂഹ്യ സുരക്ഷാ പദ്ധതി കൂടിയാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്. മൊത്തം 6.3 ലക്ഷം കോടിയിൽ പരം നിക്ഷേപം PF-ലുണ്ട്. ഇത് ലക്ഷ്യം വെച്ചിരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് സർക്കാർ പരിഷ്കാരമെന്നും തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. PF നിക്ഷേപം സുരക്ഷിതമല്ലാതാകുന്നതോടുകൂടി തൊഴിലാളികൾ പെൻഷൻ സ്കീമിലൂടെ ഓഹരി നിക്ഷേപം നടത്തുമെന്നും കോർപ്പറേറ്റ് ലോകം പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജില്ലാതല സ്ഥാനാർത്ഥി നിർണയ സമിതി നൽകിയ സാധ്യതാ പട്ടികയുടെ വിശദാംശങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. സിറ്റിംഗ് MLA-യുടെ പേരുകൾ അതത് മണ്ഡലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പത്തനാപുരത്തു നിന്നും സിനിമാ താരം ജഗദീഷും കൊട്ടാരക്കരയിൽ MP കൊടിക്കുന്നിൽ സുരേഷും പട്ടികയിലുണ്ട്. ജില്ലാതല സ്ഥാനാർത്ഥി നിർണയ സമിതികൾ KPCC-ക്ക് നൽകിയ സാധ്യതാ പട്ടികയുടെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. സിനിമാ താരങ്ങളായ സിദ്ദിഖിനെ അരൂരിലും ജഗദീഷിനെ പത്തനാപുരത്തും മത്സരിപ്പിക്കാൻ KPCC നേതൃത്വം ആലോചിക്കുന്നു. സിറ്റിംഗ് MLA-മാരെ ആരെയും സാധ്യതാ പട്ടികയിൽ ഒഴിവാക്കിയിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം മണ്ഡലത്തിൽ രമണി P. നായർ, ശരത്ചന്ദ്ര പ്രസാദ്, കരകുളം കൃഷ്ണപിള്ള, MM ഹസൻ എന്നിവരുടെ പേരുകളാണ് പട്ടികയിലുള്ളത്. സിറ്റിംഗ് MLA-മാരായ VS ശിവകുമാർ, K. മുരളീധരൻ, N. ശക്തൻ, പാലോട് രവി, വർക്കല കഹാർ, K. ശബരിനാഥ്, MA വാഹിദ് തുടങ്ങിയവർ അതത് മണ്ഡലങ്ങളിലെ പട്ടികയിലുണ്ട്. നേമത്ത് തമ്പാനൂർ രവി, PK വേണുഗോപാൽ, നെയ്യാറ്റിൻകര സനൽ എന്നിവരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ VS ശിവകുമാറിന് കൂടാതെ M. വിൻസെന്റിന്റെ പേര് പട്ടികയിലുണ്ട്. ചിറയൻകീഴ് പന്തളം സുധാകരൻ, KS ഗോപകുമാർ എന്നിവരുടെ പേരാണ് പട്ടികയിലുള്ളത്. ഈ സീറ്റ് RSPക്ക് വിട്ടുകൊടുക്കാൻ സാധ്യത നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ചന്ദ്രബാബു മത്സരിക്കും. കൊല്ലം ജില്ലയിൽ പ്രധാന നേതാക്കളെല്ലാം പട്ടികയിലുണ്ട്. ശൂരനാട് രാജശേഖരന്റെയും ബിന്ദുകൃഷ്ണയുടെയും പേര് കൊല്ലം മണ്ഡലത്തിൽ ലിസ്റ്റിലുണ്ട്. കുണ്ടറയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഷാനവാസ് ഖാൻ, R. ചന്ദ്രശേഖരൻ എന്നിവരുടെ പേരുണ്ട്. പത്തനാപുരത്ത് ജഗദീഷ്, PC വിഷ്ണുനാഥ്, ഷാഹിദ കമാൽ എന്നിവരുടെ പേരുകളാണുള്ളത്. പത്തനംതിട്ടയിൽ അടൂർ മണ്ഡലത്തിൽ പന്തളം സുധാകരൻ, JSS-ൽ നിന്ന് രാജിവെച്ച KK ഷാജു, കോന്നിയിൽ മന്ത്രി അടൂർ പ്രകാശ്, DCC അധ്യക്ഷൻ മോഹൻ രാജ്, ആറന്മുളയിൽ ശിവദാസൻ നായർ, അഡ്വക്കേറ്റ് A. സുരേഷ് കുമാർ തുടങ്ങിയവരുടെ പേരുകളാണുള്ളത്. സാധ്യതാ പട്ടിക ഇന്നോ നാളെയോ ഹൈക്കമാൻഡിന് കൈമാറും. സിറ്റിംഗ് MLA-മാരുടെയും മന്ത്രിമാരുടെയും കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മധ്യകേരളത്തിലെ 5 ജില്ലകളിലെ 39 സീറ്റുകളിലേക്കായി 200 പേരടങ്ങുന്ന ജംബോ പട്ടികയാണ് DCC-കളിൽ നിന്നും KPCC-ക്ക് ലഭിച്ചിരിക്കുന്നത്. പുതുപ്പള്ളി ഉൾപ്പെടെ 10 സീറ്റുകളിൽ സിറ്റിംഗ് MLA-മാർ തന്നെ ജനവിധി തേടും. K. ബാബു, CN ബാലകൃഷ്ണൻ എന്നീ മന്ത്രിമാരുടെ സീറ്റുകളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അരൂരിൽ ചലച്ചിത്ര താരം സിദ്ദിഖിന്റെ പേര് പരിഗണനയിലുണ്ട്. മധ്യകേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 39 സീറ്റുകളിലേക്കായി 200ഓളം പേരുകൾ ഉൾപ്പെടുന്ന പട്ടികയാണ് KPCC-ക്ക് DCC-കളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി, കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഹരിപ്പാട് രമേശ് ചെന്നിത്തല തുടങ്ങി 10 സീറ്റുകളിൽ സിറ്റിംഗ് MLA-മാരുടെ പേരുകൾ തന്നെയാണ് DCC-കൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ പറവൂർ, എറണാകുളം, കുന്നത്തുനാട്, ആലുവ, തൃക്കാക്കര, മൂവാറ്റുപുഴ, മാവേലിക്കര എന്നിവിടങ്ങളിലാണ് സിറ്റിംഗ് MLA-മാർ തന്നെ ജനവിധി തേടുന്നത്. 20ഓളം സീറ്റുകളിൽ കടുത്ത തർക്കം നിലനിൽക്കുന്നുണ്ട്. മന്ത്രിമാരായ K. ബാബു, CN ബാലകൃഷ്ണൻ എന്നിവർക്ക് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടേക്കും. തൃപ്പൂണിത്തുറയിൽ ബാബുവിന് പകരം GCDA ചെയർമാൻ N. വേണുഗോപാലിന്റെ പേരിനാണ് മുൻഗണന. വടക്കാഞ്ചേരിയിൽ CN ബാലകൃഷ്ണന് പകരം അബ്ദുറഹ്മാൻ കുട്ടി, അനിൽ അക്കര, PA മാധവൻ തുടങ്ങി 4 പേരുകളാണ് DCC-യുടെ പട്ടികയിലുള്ളത്. കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷൻ, ചെങ്ങന്നൂരിൽ PC വിഷ്ണുനാഥ്, മണലൂരിൽ PA മാധവൻ, തൃശൂരിൽ തേറമ്പിൽ രാമകൃഷ്ണൻ, ഒല്ലൂരിൽ MP വിൻസെന്റ് എന്നീ സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് ലഭിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. മണലൂരിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ മത്സരരംഗത്തുണ്ടാവാനുള്ള സാധ്യതയേറി. ഘടകകക്ഷികൾ മത്സരിച്ച പൂഞ്ഞാർ, അങ്കമാലി, ഏറ്റുമാനൂർ, കുന്നംകുളം എന്നിവ തിരിച്ചുപിടിക്കണമെന്ന് വിവിധ DCC-കൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്കമാലിയിൽ PT തോമസ്, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ പേരുകൾ DCC നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഹൈക്കമാൻഡ് നോമിനിയായ റോജി M. ജോണിനാണ് സാധ്യത. അരൂരിൽ ചലച്ചിത്ര താരം സിദ്ദീഖിന്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റ്, DCC പ്രസിഡന്റുമാരായ റോയ് K. പൗലോസ്, VJ പൗലോസ്, ടോമി കല്ലാനി എന്നിവരുടെ പേരുകൾ പട്ടികയിലുണ്ടെങ്കിലും ഇവർക്ക് സീറ്റ് ലഭിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. പത്മജ വേണുഗോപാൽ, ഷാനിമോൾ ഉസ്മാൻ, ലതിക സുഭാഷ് തുടങ്ങിയ മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ പേരും ചില മണ്ഡലങ്ങളിൽ പരിഗണനയിലുണ്ട്. ശരാശരി ഓരോ സീറ്റിലേക്കും 4 പേരുകളിലെങ്കിലും DCC നൽകിയ പട്ടികയിലുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുക എന്ന വലിയ കടമ്പയാണ് ഇനി KPCC നേതൃത്വത്തിന് മുന്നിലുള്ളത്. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. സിറ്റിംഗ് MLA-മാരെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റാണ് മലബാർ മേഖലയിൽ DCC-കൾ KPCC-ക്ക് നൽകിയിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ജംബോ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മലബാർ മേഖലയിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ജംബോ ലിസ്റ്റാണ് DCC-കൾ KPCC-ക്ക് സമർപ്പിച്ചിരിക്കുന്നത്.
പല മണ്ഡലങ്ങളിലും 5ഉം 6ഉം പേരുകളുണ്ട്. കോൺഗ്രസിന് ഒരു MLA പോലുമില്ലാത്ത കോഴിക്കോട് കോൺഗ്രസ് മത്സരിക്കുന്ന 5 മണ്ഡലങ്ങളിലും 6 പേർ വീതമുള്ള ലിസ്റ്റാണ് DCC തയ്യാറാക്കിയിരിക്കുന്നത്. DCC പ്രസിഡന്റ് KC അബുവിന്റെ പേര് നാദാപുരം, ബേപ്പൂർ, കൊയിലാണ്ടി മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് K ജയന്ത്, KP അനിൽകുമാർ, N സുബ്രഹ്മണ്യൻ തുടങ്ങിയവരുടെ പേരുകളും ലിസ്റ്റിലുണ്ട്. മലപ്പുറത്ത് കോൺഗ്രസിന്റെ 4 സീറ്റുകളിൽ വണ്ടൂരിൽ മന്ത്രി AP അനിൽകുമാർ തന്നെ മത്സരിക്കും. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത്, VV പ്രകാശ് എന്നിവരുടെ പേരുകളാണ് ലിസ്റ്റിലുള്ളത്. ഇവിടെ തമ്മിലടി വരികയാണെങ്കിൽ സമവായ സ്ഥാനാർത്ഥിയായി ആര്യാടൻ മുഹമ്മദിനെ രംഗത്തിറക്കിയേക്കും. പാലക്കാട് ഷാഫി പറമ്പിൽ, പട്ടാമ്പി CP മുഹമ്മദ്, ചിറ്റൂർ K അച്യുതൻ, തൃത്താല VT ബൽറാം എന്നിവർ വീണ്ടും ജനവിധി തേടും. വയനാട് സുൽത്താൻ ബത്തേരിയിൽ സിറ്റിംഗ് MLA IC ബാലകൃഷ്ണൻ വീണ്ടും മത്സരിക്കും. മാനന്തവാടിയിൽ മന്ത്രി PK ജയലക്ഷ്മിക്ക് പുറമെ അപ്പച്ചൻ കുറ്റ്യാട്ടിൽ, RK മഞ്ജു എന്നിവരുടെ പേരുകളും ലിസ്റ്റിലുണ്ട്. കണ്ണൂർ ഇരിക്കൂറിൽ മന്ത്രി KC ജോസഫ്, സതീശൻ പാച്ചേനി, സോണി സെബാസ്റ്റ്യൻ തുടങ്ങിയ പേരുകളാണ് ലിസ്റ്റിലുള്ളത്. പേരാവൂരിൽ സണ്ണി ജോസഫ് തന്നെ മത്സരിക്കും. കണ്ണൂർ മണ്ഡലത്തിൽ K സുധാകരന്റെ പേരിനാണ് പ്രാമുഖ്യം. AP അബ്ദുള്ളക്കുട്ടിയുടെ പേരും DCC നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ഉദുമയിലും തൃക്കരിപ്പൂരിലും K സുധാകരന്റെ പേര് പരിഗണിക്കപ്പെടുന്നു. ഉദുമയിൽ T സിദ്ദിഖ്, തൃക്കരിപ്പൂരിൽ KP കുഞ്ഞിക്കണ്ണൻ, സതീശൻ പാച്ചേനി തുടങ്ങിയവരുടെ പേരുകളും ലിസ്റ്റിലുണ്ട്. കാഞ്ഞങ്ങാട് KP കുഞ്ഞിക്കണ്ണൻ, ഹരീഷ് P നായർ, M അസൈനാർ തുടങ്ങിയവരുടെ പേരുകളാണ് ലിസ്റ്റിലുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. BDJS NDAയുടെ ഭാഗമാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BJPയുമായി സീറ്റ് ചർച്ചകൾ നടത്തുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. BJPയുമായുള്ള സഖ്യ ചർച്ചകൾക്കായാണ് വെള്ളാപ്പള്ളി നടേശൻ ദില്ലിയിലെത്തിയത്. കാരണം ഒരു ലയനം എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചെന്നിച്ച് ലയിച്ചിരുന്നു എന്നാണ് പറയേണ്ടത്. ആ ലയനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ NDAയുടെ ഭാഗമാകുന്നതാണ്. ഭാഗമായോ? BJP ലയിക്കാറില്ല. NDAയുടെ ഒരു ഭാഗമാക്കണം ഞങ്ങൾ. ആ ഭാഗമാക്കിയ ശേഷമല്ലേ ഞങ്ങൾ ഇവരുമായിട്ടുള്ള ചർച്ചയുടെ പ്രസക്തിയല്ല. അതാകട്ടെ ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കിയായി. 3ാം ചേരിയിൽ നിന്നും NDA എന്ന തരത്തിലേക്ക് തീരുമാനം മാറ്റി. അതെ, 3ാം ചേരിയല്ല, അതിന്റെ ഭാഗമാകുകയാണ്. ഈഴവ സമുദായത്തിന്റെ മൊത്തം അച്ചാരം വെള്ളാപ്പള്ളി നടേശനല്ലെന്ന് ആലപ്പുഴ DCC പ്രസിഡന്റ് A ഷുക്കൂർ. അരൂരിൽ മത്സരിക്കാൻ യോഗ്യരായവർ കോൺഗ്രസിൽ തന്നെയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 35 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ആ പേര് എനിക്ക് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല, ആരൊക്കെയാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റിയ യോഗ്യരായ സ്ഥാനാർത്ഥികൾ ഷാജു എല്ലാ കാലത്തും UDFനകത്ത് കോൺഗ്രസ് ഒരു ലൈസന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള അഭിപ്രായം താഴെത്തട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. KPCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ VD സതീശനെതിരെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രയോഗം ഇത്ര തരംതാണ് പ്രവർത്തനം നടത്തണമോ? VD സതീശനെതിരെ ഒരു ഇങ്ങനെയാണോ ഒരു SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി? ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പൊ അത്തരത്തിലൊരു നിലപാടുള്ള പാർട്ടിയാണ് ഈ ജില്ലയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞങ്ങൾ ഈഴവ സമുദായത്തെ വെള്ളാപ്പള്ളിയുടെ മൊത്ത കച്ചവടക്കാരനാണെന്നുള്ള അങ്ങനെ വേണ്ട. അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഞാൻ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPI സ്ഥാനാർത്ഥികളെ ഈ മാസം 19-ന് പ്രഖ്യാപിക്കുമെന്ന് കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. എക്സിക്യൂട്ടീവും കൗൺസിലും കൂടുന്നുണ്ട്. 18ഉം 19ഉമാണ് അവസാനം കൂടുന്നത്. 19-ാം തീയതി ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അത് ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കൗൺസിൽ കൂടി അതിൻ്റെ മാനദണ്ഡം നിശ്ചയിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ക്വസ്റ്റിന് ഞാൻ ആൻസർ ചെയ്യാം. ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ഞങ്ങൾക്കൊരു ക്ലെയിമുണ്ട്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. AKG സെന്ററിലാണ് യോഗം ചേരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിന് തുടർച്ചയായാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. IG സുരേഷ് രാജ് പുരോഹിതിനെതിരെ FIR എടുത്ത് അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. IG നഗ്നമായ നിയമലംഘനത്തിന് കൂട്ടുനിന്നുവെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്ന് VS പറഞ്ഞു. റിപ്പോർട്ട് നൽകാൻ മാത്രമാണ് ADGP രാജേഷ് ധവാനെ ചുമതലപ്പെടുത്തിയത്. ഇതുകൊണ്ട് കാര്യമില്ലെന്നും VS പറഞ്ഞു. കേരളത്തിന്റെ സമസ്ത മേഖലകളെയും ദോഷകരമായി ബാധിക്കുന്ന RCEP സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ച നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് LDF. RCEP കരാർ നിർത്തിവെക്കുന്നില്ലെങ്കിൽ കേരളത്തിന്റെ കാർഷിക മേഖലയെ അത്യധികം ദോഷകരമായി ബാധിക്കും. ഇറക്കുമതി തീരുവ കുറച്ചാൽ വ്യാവസായിക മേഖല തകരും. പ്രശ്നം ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി സർവകക്ഷി യോഗം വിളിക്കണം. ചർച്ചകൾ നിർത്തിവെക്കാൻ കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണമെന്നും LDF പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു.
നികുതി പിരിവിന്റെ പേരിൽ കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന മനുഷ്യത്വരഹിതമായ നയത്തിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിഷേധിച്ചു. സർക്കാർ നിലപാടിന്റെ രക്തസാക്ഷിയാണ് അമ്പലപ്പുഴയിലെ ആത്മഹത്യ ചെയ്ത ശ്രീകുമാർ. തൃശൂരിൽ വ്യാപാരികളെ തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി വേണമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. തിരികെ വാർത്തയിലേക്ക്. പീപ്പിൾ എക്സ്ക്ലൂസീവ് താലൂക്ക് ലാൻഡ് ബോർഡ് മിച്ചഭൂമിയായി ഏറ്റെടുക്കാൻ നിർദ്ദേശിച്ച ഭൂമിക്ക് സർക്കാർ ക്രമവിരുദ്ധമായി ഭൂപരിധിയിൽ ഇളവ് നൽകി. ഇടുക്കി പീരുമേട് ഹോപ്പ് പ്ലാന്റേഷനാണ് പ്രത്യേക അധികാരം ഉപയോഗിച്ച് മന്ത്രിസഭാ യോഗം ഇളവ് നൽകിയത്. റവന്യൂ രേഖയിൽ തരിശുഭൂമിയായി രേഖപ്പെടുത്തിയ 724 ഏക്കറിന് തോട്ടം മേഖലയ്ക്ക് നൽകുന്ന ഇളവ് അനുവദിച്ച് ഉത്തരവിറക്കുകയായിരുന്നു. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. പീരുമേട് താലൂക്ക് ലാൻഡ് ബോർഡ് മിച്ചഭൂമിയായി ഏറ്റെടുക്കാൻ ശുപാർശ ചെയ്ത കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണ് സ്വകാര്യ തോട്ടം ഉടമയ്ക്ക് വിട്ടു നൽകാൻ തീരുമാനിച്ചത്. ഭൂമിക്ക് ഇളവ് നൽകിയുള്ള ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ 81(3) വകുപ്പ് പ്രകാരമാണ് ഇളവ് നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. തരിശുഭൂമിയെന്ന് സർക്കാർ രേഖയുള്ള ഭൂമിയാണ് തോട്ടം മേഖലയ്ക്ക് നൽകുന്ന ഇളവിൽ ഉൾപ്പെടുത്തി സ്വകാര്യ വ്യക്തിക്ക് നൽകിയത്. കോൺഗ്രസ് നേതാവിന്റെ ബന്ധു ഉടമയായ ഹോപ്പ് പ്ലാന്റേഷനാണ് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കാനുള്ള ലാൻഡ് ബോർഡിന്റെ നടപടിക്കെതിരെ കമ്പനി ഹൈക്കോടതിയെയും തുടർന്ന് സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. എന്നാൽ അനുകൂല വിധി ലഭിച്ചതുമില്ല. ഭൂപരിധിയിൽ ഇളവ് നൽകാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകിയിരിക്കുന്നതിനാൽ അന്തിമ തീരുമാനം സർക്കാർ തീരുമാനത്തിന് ശേഷം മാത്രമേ കൈക്കൊള്ളാവൂ എന്നുമാണ് കമ്പനി കോടതിയിൽ ആവശ്യമുന്നയിച്ചത്. ഇതനുസരിച്ചുള്ള അപേക്ഷയിൽ മേലാണ് മന്ത്രിസഭാ യോഗം വിവാദമായ തീരുമാനം കൈക്കൊണ്ടത്. 800 ഏക്കർ ഭൂമിയാണ് മിച്ചഭൂമിയായി ഏറ്റെടുക്കാൻ പീരുമേട് താലൂക്ക് ലാൻഡ് ബോർഡ് തീരുമാനിച്ചിരുന്നത്. മിച്ചഭൂമിക്ക് ഇളവ് നൽകാനോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ പാടില്ലെന്നിരിക്കെയാണ് സർക്കാർ ഹോപ്പ് പ്ലാന്റേഷന് ക്രമവിരുദ്ധമായി ഭൂപരിധിയിൽ ഇളവ് നൽകിയത്. ലെസ്ലി ജോൺ, ഇടുക്കി. ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറായി യോഗ്യതയില്ലാത്ത ആളെ നിയമിക്കാൻ നീക്കം. ലീഗിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഡോക്ടർ പി നസീറിനെയാണ് നിയമിക്കാനൊരുങ്ങുന്നത്. നിയമനത്തിനെതിരെ ധനവകുപ്പും നിയമവകുപ്പും എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടരുന്നു. 608 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം നാളെ വൈകിട്ട് കൊടിയിറങ്ങും. കഴിഞ്ഞ സമ്മേളന കാലയളവിലെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് 2ാം ദിവസവും തുടരുന്നത്. സന്നദ്ധ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ ഇടപെടലുകളിലും പരിസ്ഥിതി മേഖലകളിലും തുടങ്ങി യുവജന പ്രസ്ഥാനത്തിന്റെ ഓരോ ചലനങ്ങളും സമ്മേളനം ഇഴകീറി പരിശോധിക്കുന്നുണ്ട്. 49,51,604 അംഗങ്ങളുള്ള രാജ്യത്ത് വലിയ യുവജന മുന്നേറ്റമായി ഡിവൈഎഫ്ഐ മാറിക്കഴിഞ്ഞു. മികച്ച സന്നദ്ധ സംഘടനയ്ക്കും പരിസ്ഥിതി സംഘടനയ്ക്കുമുള്ള അംഗീകാരങ്ങൾ സംസ്ഥാനത്തെ UDF സർക്കാരിന് വരെ ഡിവൈഎഫ്ഐക്ക് നൽകേണ്ടി വന്നു. ഡിവൈഎഫ്ഐ വെച്ചുപിടിപ്പിക്കുന്ന വൃക്ഷത്തൈകളുടെ എണ്ണം ഒരു റെക്കോർഡാണ്. ആ പ്രവർത്തനത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ മികച്ച പരിസ്ഥിതി സംഘടനയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ് ഒരു അവാർഡ് നൽകാറുണ്ട്. ആ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡിവൈഎഫ്ഐ ആണ്. ആ രംഗത്ത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടനയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ് ഒരു അവാർഡ് നൽകി വരുന്നുണ്ട്. ആ അവാർഡ് നിശ്ചയിച്ച കാലം മുതൽ ആ അവാർഡിന് തെരഞ്ഞെടുക്കപ്പെടുന്ന സംഘടന ഡിവൈഎഫ്ഐ ആണ്. സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ സെമിനാറുകളും തിരൂരിൽ നടക്കുന്നുണ്ട്. വർഗീയ ഫാസിസത്തിനെതിരെ ഉണർന്നിരിക്കാൻ നിരന്തരം ആവശ്യപ്പെടുകയാണ് ഈ യുവജന പ്രസ്ഥാനം. 1,00,000 യുവാക്കളെ അണിനിരത്തിയുള്ള പ്രകടനത്തോടെയായിരിക്കും 13ാമത് സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങുക. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സംസ്ഥാനത്തെ ജയിലുകളിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന തടവുകാരിൽ 14 വർഷം പൂർത്തിയാക്കിയ 215 തടവുകാരെ മോചിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജയിൽ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജയിൽ IG അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നടൻ ദുൽഖർ സൽമാൻ മുഖ്യാതിഥിയായിരുന്നു. ജയിൽ ക്ഷേമ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന് വേദിയായത് തിരുവനന്തപുരം സെൻട്രൽ ജയിലായിരുന്നു. ജയിൽ IG H. ഗോപകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജീവപര്യന്തം തടവുകാരായി ജയിലിൽ പാർപ്പിക്കുന്ന ആളുകൾക്ക് ഉള്ള റെമിഷൻ ഇളവുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് 14 വർഷം പൂർത്തിയാക്കിയ 215 തടവുകാരെ മോചിപ്പിക്കാൻ ഇന്നലെ ക്യാബിനറ്റ് തീരുമാനിച്ചു എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ അറിയിക്കാൻ. മുഖ്യ അതിഥിയായിരുന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് കൂടിയായ നടൻ ദുൽഖർ സൽമാനെ
ചടങ്ങിൽ ആദരിച്ചു. തന്റെ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ജയിലിലെത്തിയ ദുൽഖർ ചടങ്ങിൽ പങ്കെടുക്കാനായതിന്റെ സന്തോഷവും പങ്കുവയ്ക്കാൻ മറന്നില്ല. പിന്നെ ഇതുപോലുള്ളൊരു നല്ല ദിവസത്തിൽ നിങ്ങളെയൊക്കെ നേരിൽ വന്ന് കാണാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. മന്ത്രി ചെയ്യുന്ന ഇത്രയും വലിയൊരു കാര്യം 215ഓളം ആളുകളെ ഫ്രീ ആക്കുന്നതിന് അങ്ങനെ ഒരു ദിവസത്തിലും ഇവിടെ വന്ന് ഞങ്ങൾ ഷൂട്ടിങ്ങിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഞങ്ങളെ ക്ഷണിക്കുമ്പോൾ എന്തായാലും ഞങ്ങൾ പങ്കെടുത്തിരിക്കും. അതിൽ കുറേ സന്തോഷമുണ്ട്. ജയിൽ DIG പ്രദീപ്, ചലച്ചിത്ര താരങ്ങളായ ബാലചന്ദ്രൻ, വിനയ് ഫോർട്ട്, വിനായകൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.